നമസ്കാരം. ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ആ ഒരു ആലസ്യമൊക്കെ കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ച പുതിയൊരു ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സജീവമായ ഒരു പ്രവൃത്തി ദിവസത്തിലേക്ക് ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുപോലെ തന്നെ സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്കുമാണ് ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും പ്രത്യേകമായി ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം മഴ ശക്തമായി തന്നെ തുടരും എന്നുള്ളതാണ്. റെഡ് അലർട്ട് മുന്നറിയിപ്പ് 4 ജില്ലകളിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിലും കോട്ടയത്തും ആലപ്പുഴയിലും ഇടുക്കിയിലുമാണ് ഉള്ളത്. അതോടൊപ്പം തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി പ്രവചിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ കനത്ത മഴയുടെ ജാഗ്രത എപ്പോഴും വേണം. മലയോര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കുക, തീരദേശ മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കുക. അപ്പോൾ ഏത് നിമിഷവും ഒരു പക്ഷേ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുവേണം നമ്മൾ ഏത് നിമിഷവും ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ജാഗ്രതയോടെ നോക്കിയിരിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും നമുക്ക് ഈ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പിലേക്കും അതിന്റെ വിശദാംശങ്ങളിലേക്കും ഒക്കെ എത്തുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത, ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. മോർണിംഗ് വൈബ്സിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കാണാതായ ഇറാൻ പ്രസിഡന്റിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. 12 മണിക്കൂർ തെരച്ചിൽ ഇപ്പോഴും പിന്നിടുകയാണ്. മോശം കാലാവസ്ഥ മൂലം അപകടം നടന്ന സ്ഥലത്ത് രക്ഷാസംഘത്തിന് ഇനിയും എത്താനായിട്ടില്ല. ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി എത്തുകയാണ്. രഞ്ജിത്ത്, ഇബ്രാഹിം റൈസിയെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഹെലികോപ്റ്റർ അപകടം നടന്നു, അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള വാർത്ത നമ്മളെ തേടിയെത്തിയത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ വിവരങ്ങൾ ഇറാനിൽ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്നുണ്ട്? പ്രസിഡന്റിനായി പ്രാർത്ഥിക്കണമെന്നുള്ള സന്ദേശമാണ് അവിടെ നിന്ന് ആകെ ലഭിച്ചത് കഴിഞ്ഞ ദിവസം. ഇന്നിപ്പോൾ രാവിലെയായി എന്തൊക്കെ തരത്തിലുള്ള പുതിയ അപ്ഡേഷനുകൾ ഈ വാർത്തയിൽ വരുന്നുണ്ട്? ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഇതുവരെയും ഈ പ്രസിഡന്റിനെയും ഒപ്പമുള്ളവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം തിരച്ചിൽ 12 മണിക്കൂർ പിന്നിടുകയാണ്. ഇന്നലെ ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മോശം കാലാവസ്ഥയാണ് ഈ അപകട സ്ഥലത്തേക്ക് രക്ഷാ ദൗത്യ സംഘത്തിന് എത്താൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്നത് എന്ന് തന്നെയാണ് വിവരം. കാരണം 12 മണിക്കൂറായി തീവ്രമായ ശ്രമം നടത്തുന്നുണ്ട് ഇവിടെ എത്തുകയും ഈ ഹെലികോപ്റ്റർ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് അതീവ ആശങ്കാജനകമായി മാറുകയാണ്. റഷ്യയും തുർക്കിയും ഇറാഖും അടക്കമുള്ള ഇവർക്ക് ലോകരാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ രക്ഷാദൗത്യത്തിൽ ഇതിനകം പങ്കാളികളായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ഇന്നലെ അസർബൈജാൻ അതിർത്തിക്ക് സമീപത്തുള്ള ജോൽഫ നഗരത്തിൽ വെച്ചാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ്. തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് ഏതാണ്ട് 600 കിലോമീറ്റർ വടക്ക് ഈ പർവ്വത നിരകൾ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് ഇത്. കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലൂടെയായിരുന്നു ഈ യാത്ര നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ 3 ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ തകർന്നു വീണത് അത് നേരത്തെ പറഞ്ഞതുപോലെ ഹാർഡ് ലാൻഡിംഗ് എന്നാണ് ഇതിനെ ഇന്നലെ ഇറാന്റെ വാർത്താ ഏജൻസി അടക്കം വിശേഷിപ്പിച്ചത്. അത് അപകടകരമായ തരത്തിൽ ലാൻഡ് ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ അതിനുശേഷം ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യം ഇവരെക്കുറിച്ച് ഇവരുടെ അടുത്ത് എത്താനാവുന്നില്ല. ഇവരുമായുള്ള വാർത്താവിനിമയ സംവിധാനം മുഴുവൻ വിച്ഛേദിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി ഒരുങ്ങി. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന് കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്തിയാണ്. ഒപ്പം പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനിയുടെ പ്രതിനിധിയായ അയത്തുള്ള മുഹമ്മദ് അലിയും ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്നവർ തന്നെയാണ് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നലെ മുതൽ തന്നെ ഇറാന്റെ വാർത്താ ഏജൻസികൾ, ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനിലടക്കം പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. പ്രസിഡന്റിന്റെ ആരോഗ്യത്തിനായി, അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ഇറാൻ ജനതയോട് പ്രാർത്ഥനാഭരിതമായി പ്രസിഡന്റിനായി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഔദ്യോഗിക വാർത്താ ഏജൻസിയും ഭരണ സംവിധാനവും മറ്റും. ഇത് ഈ അപകടസ്ഥലം നേരത്തെ
കണ്ടെത്തി എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് ഉസി ഗ്രാമത്തിനടുത്താണ് അവിടെയാണ് ഹെലികോപ്റ്റർ ഇറക്കിയത്. അവിടേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തീവ്രമായി നടത്തുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. പക്ഷേ അതിപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഏതായാലും ലോകരാജ്യങ്ങളിൽ തന്നെ വലിയൊരു ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായി ഇത് മാറുകയാണ്. കാരണം ഇറാന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമാണ്. അതോടൊപ്പം ഇങ്ങനെ വളരെ നിർണായകമായ ഡെലിഗേറ്റ്സുകളും ഇവരുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ നമുക്കറിയാം. അത് അസർബൈജാനുമായി ചേർന്ന് അവിടുത്തെ മൂന്നാമത്തെ അണക്കെട്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹെലികോപ്റ്ററിൽ ഇവർ സഞ്ചരിക്കുകയും നിർണായകമായ നയതന്ത്ര നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഇവരിലേക്ക് എത്താനോ ഈ പറഞ്ഞതുപോലെ ഇവരെ കണ്ടെത്താനോ ഉള്ള ശ്രമങ്ങൾ ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യപൂർവ്വ മേഖലയിലെ പ്രധാന ശക്തിയായ ഇറാന്റെ തലവനാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ലോകം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു എന്നതിനപ്പുറം അത് പ്രധാനപ്പെട്ട ഒരു തലവൻ നേതാവ് അദ്ദേഹം ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇറാൻ വൃത്തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ടോ? എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു? എന്താണ് ഹെലികോപ്റ്ററിന് തകരാറ് പറ്റിയതാണോ? എന്താണ് സംഭവിച്ചത് എന്നുള്ളത്? ഇതുവരെ മോശം കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്റർ ഇത്തരത്തിൽ അവിടെ ഹാർഡ് ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് എന്നാണ് നമുക്ക് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അട്ടിമറി അടക്കമുള്ള സാധ്യതകളിലേക്ക് ഇത് നീങ്ങുന്നുണ്ടോ എന്ന കാര്യം സംശയിക്കത്തക്ക വിധത്തിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിന് കാരണം നമുക്കറിയാം, അവിടുത്തെ ഇറാനിലും മറ്റും ഉണ്ടാകുന്ന യുദ്ധ സമാനമായ സാഹചര്യം നിരവധി രാജ്യങ്ങളും വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. ഒരുപക്ഷെ ആ തരത്തിൽ അമേരിക്ക അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങളിലും ലോകക്രമത്തിൽ തന്നെ തെറ്റി നിൽക്കുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. അപ്പോൾ ആദ്യത്തെ ശ്രമം ഈ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ എവിടെയാണ് എന്നത് സംബന്ധിച്ച് അത് കണ്ടെത്താനുള്ള തീവ്രമായ നീക്കങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും ഇറാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. രക്ഷാ സംഘങ്ങൾ 20 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആര്യ, ഈ പ്രദേശം പർവ്വതനിരകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ കാടുകളുണ്ട്, മോശം കാലാവസ്ഥ, ശക്തമായ മഴ അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. നദികൾക്ക് സംഘങ്ങൾ എത്താൻ പറ്റാത്ത ഒരു പശ്ചാത്തലം, അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് ഇത് എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങൾ, റഷ്യ അടക്കം അതിനൂതന സാങ്കേതിക സംവിധാനമുള്ള ലോകരാജ്യങ്ങളുടെ സഹായം ഉണ്ടായിട്ട് പോലും ഇവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആശങ്കാജനകമായി തീരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അത് തീവ്രമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും എത്രയും പെട്ടെന്ന് നമുക്ക് ശുഭകരമായ ഒരു വാർത്ത ലഭിക്കും എന്ന് തന്നെയാണ് ഇറാനും പ്രതീക്ഷിക്കുന്നത്. ലോകരാജ്യങ്ങളും അത്തരത്തിലാണ്. ഏതായാലും പ്രാർത്ഥനാ ചടങ്ങുകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷാദൗത്യം അത് അതിൻ്റെ ഏതാണ്ട് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. പക്ഷെ അപ്പോഴും ഇവരെ സംബന്ധിച്ചുള്ള ഒരു സൂചന പോലും നൽകാൻ ഇറാന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അട്ടിമറി സാധ്യത അത് ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിലൊരു സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതും ലോകരാജ്യങ്ങൾ ഒന്നായി ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഹമാസിനും ഹിസ്ബുല്ലയ്ക്കും ഒക്കെ പ്രധാന ശക്തി കേന്ദ്രമായി പിന്തുണ നൽകുന്ന രാജ്യമാണ് ഇറാന്. ആ ഒരു ശക്തി കേന്ദ്രത്തിന്റെ തലവനാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു അട്ടിമറി സാധ്യതയിലേക്ക് പോലും വിരൽ ചൂണ്ടുന്നത്, അല്ലേ? തീർച്ചയായും നമുക്കറിയാം, റഷ്യ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ സഹായം ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. അമേരിക്കയുമായുള്ള ഇറാന്റെ ശത്രുത അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ നിരവധിയായ യുദ്ധങ്ങൾ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട പലവിധ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇസ്രായേലൊക്കെ ഇവരുടെ ശത്രുക്കളെ ഏത് തരത്തിലും അപായപ്പെടുത്തുകയും അപകടപ്പെടുത്താനും ഒക്കെ ഏറെ സാങ്കേതികമായി വികസിച്ച ഒരു രാജ്യമാണ്. നിരവധി തവണ അവർ പല കാര്യങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സാധ്യതകളിലേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട സാഹചര്യം ഒരുങ്ങി വരും. പക്ഷെ തൽക്കാലം അത്തരം സൂചനകളിലേക്കോ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളിലേക്കോ അത്തരം ഗൗരവതരമായ കാര്യങ്ങളിലേക്കോ കടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പ്രസിഡന്റിനെ സംബന്ധിച്ച് വിവരം ലഭിച്ച ശേഷമായിരിക്കും അത്തരം അന്വേഷണങ്ങളിലേക്ക് ഇറാൻ പോലും കടക്കുക. ഇറാനൊപ്പം നിൽക്കുന്ന ചില ലോകരാജ്യങ്ങൾ കൂടി ഇപ്പോൾ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹമാസ് അടക്കം ഈ വിഷയത്തിൽ അപലപിച്ച സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായ പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒരുപാട് ലോകരാജ്യങ്ങളുടെ സഹായം ഇറാന് ലഭിക്കുന്നുണ്ട്. ആര്യ പറഞ്ഞ പോലെയുള്ള മറ്റ് വശങ്ങളിലേക്ക് കടക്കണം എങ്കിൽ ഈ ഹെലികോപ്റ്റർ സംബന്ധിച്ച് വിവരം കിട്ടണം, അപകടത്തിന്റെ യഥാർത്ഥ കാരണം അറിയണം, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഈ 2 ഹെലികോപ്റ്റർ ഒപ്പം പോയിരുന്ന 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്നുള്ളത് ആശ്വാസകരമാണ്. അവരിൽ നിന്നും വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്
സംഭവിച്ചത് എന്ന കാര്യത്തിൽ. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോഴും പ്രസിഡന്റിനെ സംബന്ധിച്ച് യാതൊരു സൂചനകളും ഇറാന് ഇതുവരെ നൽകാനാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശങ്ക ജനിപ്പിക്കുന്നത്. ആര്യ, രഞ്ജിത, ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഇറാൻ നേരിടുന്ന ആണവ ഉപരോധം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഒന്നും ശരിയായ രീതിയിൽ കാലപ്പഴക്കം ചെന്നതാണ്. അത് നന്നാക്കാനോ പുതിയത് വാങ്ങാനോ ഒന്നുമുള്ള ഒരു സാഹചര്യം രാജ്യത്തിനില്ല എന്ന ഒരു വാർത്ത കൂടി ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ഹെലികോപ്റ്റർ കാലപ്പഴക്കം ചെന്നതാണ്, അതിന് സംഭവിച്ച കേടുപാടാണ് എന്നുള്ള തരത്തിലേക്ക് കൂടി ഈ ഒരു വിഷയത്തെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്, അല്ലേ? തീർച്ചയായും ഈ പലവിധ കാരണങ്ങളാൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് കാരണം ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു രാജ്യമായി ഇറാൻ പല സാഹചര്യങ്ങളിലും മാറിയിരുന്നു. കാരണം ഇറാന് കൈ അയച്ച് സഹായിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും സമീപകാലത്തായി വലിയ എതിർപ്പ് ഇറാൻ പല വിഷയങ്ങൾ നേരിടേണ്ടി വരുന്ന പശ്ചാത്തലമുണ്ട്. സാമ്പത്തിക സഹായമൊക്കെ ഗൾഫ് രാജ്യങ്ങൾ GCC രാജ്യങ്ങൾ ഇറാൻ നൽകിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമൊക്കെ മാറി വന്നിരുന്നു. അമേരിക്കയുടെ വലിയ എതിർപ്പും ഇറാനുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുന്ന പശ്ചാത്തലമുണ്ട്. അയൽരാജ്യമായി ഇറാഖുമായി പോലും പല ഘട്ടങ്ങളിലും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാര്യങ്ങൾ ചേർത്ത് വായിക്കണം. ആര്യ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം അവരുടെ വിമാനങ്ങളും അവരുടെ ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെട്ട സുരക്ഷിത കാര്യങ്ങളിൽ നിരവധി തവണ സംഭവിച്ചിട്ടുണ്ടെന്നും അത് ഈ നേരത്തെ മുന്നറിയിപ്പുകൾ ഏജൻസികൾ നൽകിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതീവ സുരക്ഷയുള്ള ഒരു നേതാവാണ്, ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ്. അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് അത്തരം വാർത്തകൾ ഉണ്ടാവുക എന്ന് പറയുന്നതും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമല്ല. സ്വാഭാവികമായും ആ തരത്തിലേക്ക് അന്വേഷണം പോകേണ്ടി വരും, അത്തരം കാര്യങ്ങളും പരിശോധിക്കേണ്ടി വരും. അതിനൊക്കെയുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. ഏതായാലും 12-13 മണിക്കൂർ പിന്നിടുമ്പോഴും പ്രസിഡന്റിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് ആശങ്കാജനകമായ കാര്യം. 20 സംഘങ്ങളായുള്ള തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ ഹെലികോപ്റ്ററിന് സമീപത്തേക്ക് എത്താനാവുന്നില്ല എന്നുള്ളതാണ് ആശങ്ക ജനിപ്പിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവർ ഇതിനകം ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയം ജനിപ്പിക്കത്തക്ക വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് ഘട്ടങ്ങളിലേക്ക് ഈ അട്ടിമറി അടക്കം ഈ ഹെലികോപ്റ്ററുകളുടെ കാലപ്പഴക്കമടക്കമുള്ള മറ്റു കാരണങ്ങളിലേക്ക് ഇറാന് കടക്കേണ്ടി വരും. മോശം കാലാവസ്ഥയെ മാത്രം പഴിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുന്ന സാഹചര്യം സ്വാഭാവികമായും ഉണ്ടാകില്ല. അപ്പോൾ അത്തരം അന്വേഷണങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആര്യ, ഹെലികോപ്റ്റർ അപകടത്തിൽ കാണാതായ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 12 മണിക്കൂർ തെരച്ചിൽ ഇപ്പോഴും പിന്നിടുകയാണ്. മോശം കാലാവസ്ഥ മൂലമാണ് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് രക്ഷാസംഘത്തിന് എത്താൻ കഴിയാത്തത്. വിവിധ ലോക ശക്തികൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കൊടും കാട്ടിൽ പർവ്വത നിരകളിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഹെലികോപ്റ്റർ തകർന്ന് വീണത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാസംഘത്തിന് അവിടേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടും നേരിടുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി ലോകം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന ഒരേ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ ഇറാൻ ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ച കാര്യമാണ്. അത് ഇറാൻ പ്രസിഡന്റ് തിരികെ വരുന്നതിനായി ലോകം പ്രാർത്ഥിക്കണം എന്നുള്ളത്. അതിനപ്പുറം ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നതിൽ കൂടുതൽ മറ്റ് അപ്ഡേഷനുകൾ ഈ നിമിഷം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ, കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചന. പ്രതിയെന്ന് സംശയിക്കുന്ന കുടക് സ്വദേശിക്കായി അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചു. ഇയാൾക്കെതിരെ സമാനമായ കുറ്റകൃത്യം നടത്തിയതിന് കുടകിലും കേസുണ്ട്. ന്യൂസ് 18 പുറത്തു വ്യാപിപ്പിച്ചു. ഇയാൾക്കെതിരെ സമാനമായ കുറ്റകൃത്യം നടത്തിയതിന് കുടകിലും കേസുണ്ട്. ന്യൂസ് 18 പുറത്തുവിട്ട പ്രതിയുടെ CCTV ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ട ഇയാളുടെ ബന്ധുവാണ് വിവരം പോലീസിന് നൽകിയത്. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഈ പ്രതിയെ തിരിച്ചറിഞ്ഞു, കണ്ടെത്താനായി എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്? തീർച്ചയായും ആര്യ, ഒരു നീചമായ അതിക്രമത്തിന് നടത്തിയ ഒരു സംഭവത്തിലെ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇയാൾ കുടക് സ്വദേശിയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇയാൾ ഈ പ്രദേശത്ത് രാത്രികാലങ്ങളിൽ തേങ്ങാ മോഷണമാണ് ഇയാളുടെ പ്രധാന
പരിപാടി, ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ഇയാൾ നടക്കാറുണ്ട്. ഈ സംഭവം നടക്കുന്ന ബുധനാഴ്ച രാവിലെ കുട്ടിയെ കാണാതായതിനു ശേഷം ഈ വീട്ടുകാരൊക്കെ തിരച്ചിൽ നടക്കുന്ന ഒരു സമയത്ത് ഇയാളെ കണ്ടവരുണ്ട്. പിന്നീട് ഇയാളെ ഈ പ്രദേശത്ത് ആരും കണ്ടിട്ടില്ല. ഇതിൽ ഏറ്റവും നിർണായകമായത് CCTV ആണ്. ന്യൂസ് 18 വെള്ളിയാഴ്ച പുറത്തുവിട്ട CCTV ദൃശ്യം ഇവരുടെ ബന്ധുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിൽ മുഖം വ്യക്തമല്ലായിരുന്നു, പക്ഷേ ഇയാളുടെ നടത്തവും ശരീരപ്രകൃതവുമാണ് പ്രധാനമായും അവർ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ അവർ ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് ഇയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതായും നമുക്കൊരു വിവരം ലഭിക്കുന്നുണ്ട്. കാരണം നാളെയോ മറ്റന്നാളോ ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനം ഉണ്ടാവും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ പ്രതി ഇപ്പോൾ ഇവരുടെ പോലീസ് കസ്റ്റഡിയിൽ, അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇയാൾക്കെതിരെ കുടകിൽ ഒരു കേസുണ്ട്. അതായത് 10ാം ക്ലാസ് തലത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതിനിടെ ഇയാളുടെ ഒരു ബന്ധുവാണ് കൊണ്ടുവിടുന്നതിനിടെ ഇതേ രീതിയിലുള്ള ഒരു അതിക്രമം ആ പെൺകുട്ടിയോടും കാണിച്ചിരുന്നു. ഇതിന് കർണാടക പോലീസ് ഈ പ്രദേശത്തെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതും ഇത്തരത്തിൽ നാട്ടുകാർ പറയുന്ന ഒരു വിവരമാണ്. എന്തായാലും ഇയാൾ ഇവിടെ നിന്നും ഈ സംഭവം നടന്ന അന്ന് രാവിലെ തന്നെ മുങ്ങിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. എന്തായാലും ഇയാളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പോലീസ് പറഞ്ഞെങ്കിലും ഇയാൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ടായിരിക്കാം നാളെയോ മറ്റന്നാളോ ഇത്തരത്തിൽ വാർത്താ സമ്മേളനവും ഇതിന്റെ മുഴുവൻ വിവരങ്ങളും പോലീസ് പുറത്തുവിടുമെന്ന് പറയുന്നത്. ഏതായാലും 132 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഇയാളുടെ ദൃശ്യങ്ങൾ കൃത്യമായി ഇവരുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഇവർ പോലീസ് കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇയാളാണ് ഈ സംഭവം നടത്തിയെന്ന കാര്യത്തിൽ ഒരു പോലീസിനെ വിലയിരുത്തലേക്ക് എത്താൻ പറ്റി. എന്തായാലും ഇയാൾ ഒരാഴ്ച മുൻപ് ഇതേ രീതിയിൽ ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ ഉള്ള ആഭരണങ്ങൾ കൈക്കലാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊരു മുക്കുപണ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ പരാതി ആ വീട്ടുകാർ നൽകിയിരുന്നില്ല. അത്തരം ഒരു സംഭവം കൂടി പോലീസ് നമുക്ക് ഇതിൽ നൽകുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയെന്ന് സംശയിച്ച ഒരാളെ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അയാൾ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയുണ്ട്. ഇയാളുടെ DNA പരിശോധനാ ഫലം ഇന്ന് വരും. ഇയാൾക്ക് ഈ കുറ്റകൃത്യവുമായി ബന്ധമില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ഇയാൾക്ക് 2 വാറന്റ് ഉണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ലഹരിക്കടിമയായ ഒരാളാണ് ഇയാൾ. ഇയാൾക്കെതിരെ ഒരു പെൺകുട്ടിയെ ബംഗളൂരുവിലേക്ക് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസും ഒപ്പം ഒരു അടിപിടി കേസിലും വാറന്റ് നിലവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വാറന്റിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഏതായാലും ഈ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വളരെ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ആര്യ, ബൈജു, ഈ കേസിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരത്തിൽ വെളുപ്പിനെ ഈ കുട്ടിയുടെ മുത്തശ്ശൻ രാവിലെ പശുവിനെ കറക്കുവാൻ വേണ്ടി വെളിയിലേക്ക് പോകുന്ന സമയത്താണ് ഈ കുട്ടിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതും ഇത്തരത്തിൽ വളരെ ക്രൂരമായ അതിക്രമത്തിന് ഇരയാക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായും ഇത് ആസൂത്രിതമായിരുന്നു. ഈ പ്രദേശം നോക്കിവെച്ച്, ഈ വീട് നോക്കിവെച്ച് ഇത്തരത്തിലൊരു അതിക്രമം നടത്താം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം തന്നെ. അത്തരത്തിൽ തന്നെയുള്ള നിഗമനമല്ലേ പോലീസിനുള്ളത്? ആര്യ, ഈ കാലത്തിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്കല്ല പോലീസ് എത്തുന്നത്. ഇതിൽ ഇയാൾ ഈ രാത്രികാലങ്ങളിൽ ഈ പ്രദേശത്തൊക്കെ ഇത്തരത്തിൽ അലഞ്ഞു തിരിയാറുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിൽ ഇത്തരത്തിൽ ഈ മുത്തച്ഛൻ ഈ വാതിൽ തുറന്നാണ് ഈ പാൽ കറക്കാനായി പുലർച്ചെ 2:30 പോകുന്നത്. ആ സമയത്ത് ഇയാൾ ഇതുവഴി വരികയും ഈ കുട്ടിയെ ഇത്തരത്തിൽ കാണുകയും ഈ വീടിനകത്ത് കയറി ഈ കുട്ടിയെ എടുത്ത് പുറത്തേക്ക് പോവുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. ഏതായാലും ഇയാൾ കൃത്യമായ ഈ വീട് ലക്ഷ്യമിട്ടാണ് വന്നതെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത്തരത്തിൽ പോലീസ് നമുക്ക് നൽകുന്ന വിവരം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇത്തരത്തിൽ പുറത്തു വരൂ. അത് ഏതായാലും നാളെയോ മറ്റന്നാളോ വിശദമായ ഒരു വാർത്താ സമ്മേളനം പോലീസ് ഉണ്ടാവും. ആര്യ സൂചിപ്പിച്ചതുപോലെ വളരെ നീചമായ ഒരു അതിക്രമമായിരുന്നു. പുലർച്ചെ 2:30 ഇത്തരത്തിലുള്ള ഒരു വീടിനകത്ത് കിടന്നിറങ്ങിയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോവുക, അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുക, അതിനുശേഷം ഉപേക്ഷിക്കുക. എന്തായാലും ഈ പെൺകുട്ടിയുടെ വീടുമായി 500 മീറ്റർ മാത്രമേ ഇപ്പോൾ തിരിച്ചറിഞ്ഞ പ്രതിയുടെ വീടുമായി ബന്ധമുള്ളൂ. ഇയാൾ കൊടക് സ്വദേശിയാണെങ്കിലും വിവാഹം കഴിച്ചത് ഈ പ്രദേശത്താണ്. അങ്ങനെയാണ് ഈ വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നത്. 500 മീറ്റർ മാത്രമാണ് വീടുമായുള്ള വ്യത്യാസം. ഇയാൾക്ക് ഈ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ ആ പ്രദേശത്തൊക്കെ അലഞ്ഞു തിരികുകയും അതുപോലെ തേങ്ങ മോഷണം, അത്തരത്തിൽ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തും. ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ കയറി ഇയാൾ ആഭരണങ്ങൾ മോഷ്ടിച്ച് പിറകുവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് പോയി. പക്ഷെ അതൊരു മുക്ക് പണ്ടമായതുകൊണ്ട് പരാതി നൽകിയിരുന്നില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ മറ്റു കേസുകൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. പക്ഷെ ഇയാൾക്കെതിരെ മടിക്കേരിയിൽ ഇത്തരത്തിൽ ഒരു കേസ്, കൊടകിൽ ഒരു കേസുണ്ട്. അത് 10ാം ക്ലാസ്സുകാരിയെ ഇതേ രീതിയിൽ
സമാനമായ രീതിയിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ഒരു കേസാണ്. ആ കേസിൽ കർണാടക പോലീസ് ഈ പടന്നക്കാട് എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആ ഒരു സംഭവം ഏതായാലും പോലീസും നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന കുടക് സ്വദേശിക്കായി അന്വേഷണം ഇപ്പോൾ കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ സമാനമായ കുറ്റകൃത്യം നടന്നതിന് കുടകിലും കേസുണ്ട്. അതിലേറെ നിർണായകം ന്യൂസ് 18 പുറത്തുവിട്ട പ്രതിയുടെ CCTV ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ട ഇയാളുടെ ബന്ധുവാണ് ഇത്തരത്തിൽ വിവരം പോലീസിന് കൈമാറിയത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പിന് ഇന്ന് നടക്കും. അമേഠിയിലും റായ്ബറേലിയിലും ഉൾപ്പെടെ 49 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് 5ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ER രാഗേഷ്, ഗുഡ് മോർണിംഗ്. 5ാം ഘട്ടത്തിലേക്ക് എത്തുന്നു. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇത്തരത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. അതോടൊപ്പം റായ്ബറേലി, അമേധി പോലുള്ള VVIP മണ്ഡലങ്ങൾ എത്തുന്നുണ്ട്. രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ ഇത്തരത്തിൽ എത്തുന്നുണ്ട്. പ്രമുഖർ ഏറ്റുമുട്ടുന്ന 5ാം ഘട്ടമാണ്. ഒരുപാട് വിവാദ പരാമർശങ്ങളൊക്കെ നടന്ന ഒരു പ്രചാരണ കാലം കൂടിയായിരുന്നു ഈ മണ്ഡലങ്ങളിലൊക്കെയും നടന്നത്. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് തന്നെ ബജറ്റിന്റെ 15% മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്നതടക്കമുള്ള ഒരുപാട് വിവാദ പരാമർശങ്ങൾ ഉയർന്നു വന്ന ഒരു പ്രചാരണ കാലം കൂടി കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു പോളിംഗ് ബൂത്തിലേക്ക് ഇവിടുത്തെ ജനത എത്തുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കടന്നിരിക്കുന്നു. കാരണം ഏതാണ്ട് 400-ലധികം മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ 5ാം ഘട്ടം. 5ാം ഘട്ടത്തിൽ 6 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അങ്ങനെ 49 മണ്ഡലങ്ങൾ. ഇത്തവണ ഏതായാലും ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വോട്ടെടുപ്പിലേക്ക് പോകുന്നത് UP-യിലാണ്. 14 മണ്ഡലങ്ങൾ, മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങൾ, പശ്ചിമ ബംഗാളിലെ 7 മണ്ഡലങ്ങൾ, ബീഹാറിലും ഒഡീഷയിലും 5 മണ്ഡലങ്ങൾ, ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങൾ, ജമ്മു കശ്മീരിലെ ബാരാമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് 1 മണ്ഡലം, ഒപ്പം തന്നെ ലഡാക്ക് അങ്ങനെ 1 മണ്ഡലം. അങ്ങനെ 49 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ VIP സീറ്റുകൾ പലതുമുണ്ട്. 1 റായ്ബറേലി, 2 അമേഠി, 3 രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൗ, ഒപ്പം തന്നെ മുംബൈ നോർത്ത് മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മത്സരിക്കുന്നു. അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഈ 5ാം ഘട്ടത്തിൽ തേടുന്നുണ്ട്. ബീഹാർ എടുക്കുകയാണെങ്കിൽ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ഇപ്പോൾ LJPയുടെ നേതാവാണ്. അദ്ദേഹം ജനവിധി തേടുന്നു. അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കളും ജനവിധി തേടുന്ന മണ്ഡലങ്ങൾ ആണ് 5ാം ഘട്ടത്തിൽ വിധി എഴുതുന്നത്. BJPക്കും NDAക്കും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും ഒരുപോലെ നിർണായകമാണ് ഈ ഘട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2019-ൽ BJP വലിയ മുന്നേറ്റം നടത്തിയ ഒരു മണ്ഡലങ്ങളിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് 49-ൽ 32 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടിയ പ്രദേശത്താണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിന് 1 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിരുന്നത്. റായ്ബറേലി മണ്ഡലമാണ്. 2019-ലെ ിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് 14 സീറ്റുകളിലാണ് ഈ മേഖലയിൽ വിജയിച്ചിരുന്നത്. അപ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു മുന്നേറ്റം നടത്തണമെങ്കിൽ ഈ മേഖലയിൽ, അതായത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു മുന്നേറ്റം നടത്തിയേ തീരൂ. ഏതായാലും UP-യിൽ സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം ഏറെ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടൽ ഇന്ത്യ സഖ്യത്തിനുണ്ട്. പക്ഷേ BJP അടക്കമുള്ള NDA നേതാക്കൾ വ്യക്തമാക്കുന്നത് അവർക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേതിന് സമാനമായൊരു പ്രകടനം ഇത്തവണ ആവർത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേന പിളർന്നതിന് ശേഷം NCP പിളർന്നതിന് ശേഷം നടക്കുന്ന വോട്ടെടുപ്പ്, പ്രത്യേകിച്ച് ഈ 13 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും നഗരമണ്ഡലങ്ങളാണ്. അതായത് മുംബൈ നഗരത്തിലെ മണ്ഡലങ്ങളാണ്. ഏതാണ്ട് 6-7 മണ്ഡലങ്ങൾ മുംബൈ നഗരപ്രദേശങ്ങളിൽ വരും. അപ്പോൾ സ്വാഭാവികമായും അത് ശിവസേനകൾ തമ്മിലുള്ള പോരാട്ടമാണ്. കാരണം ഇന്ത്യ സഖ്യത്തിലായാലും ശിവസേന തന്നെയാണ് കൂടുതൽ നഗരമണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 6 മാസത്തിൽ താഴെ മാത്രം മഹാരാഷ്ട്രയിൽ സമയം. അപ്പോൾ മഹാരാഷ്ട്രയിലെ കക്ഷികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ 5ാം ഘട്ട വോട്ടെടുപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ 7 മണ്ഡലങ്ങളിൽ 4 തൃണമൂൽ കോൺഗ്രസ്, 3
BJP എന്നിങ്ങനെയായിരുന്നു 2019 കക്ഷിനില. അപ്പോൾ BJP ഈ പറയുന്നത് പോലെ 400-ലധികം സീറ്റ് നേടുമെന്നൊക്കെയായിരുന്നു BJP നേതാക്കളുടെ അവകാശവാദം. അങ്ങനെ ഒരു മുന്നേറ്റം നടത്തണമെങ്കിൽ BJPക്ക് സ്വാഭാവികമായും പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ നേടിയേ മതിയാകൂ. കാരണം BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം BJP നടത്തിയതാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു അവകാശവാദത്തിന് അടുത്തെങ്കിലും എത്തണമെങ്കിൽ പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJP വലിയ മുന്നേറ്റം നടത്തണം. ഏതായാലും ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 6 മണി വരെയാണ് മിക്ക സ്ഥലത്തും വോട്ടെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും ER രാഗേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിയെ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായോ എന്ന് കണ്ടെത്താനുള്ള മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും. മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബോർഡാണ് യോഗം ചേരുന്നത്. ഡോക്ടർ ബിജോൺസിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഈ ആശുപത്രി അധികൃതർ വിശദീകരണം നൽകിയതാണ്. ഇത്തരത്തിൽ ആ കുട്ടിക്ക് നാവിനടിയിൽ ഒരു കെട്ടുണ്ടായിരുന്നു, അതിൽ ശസ്ത്രക്രിയ വേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അതല്ല. നമ്മൾ ഏത് അസുഖത്തിനാണോ അവിടെ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സയ്ക്കായി ചെല്ലുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ അവയവത്തിന് തന്നെയാണോ ശസ്ത്രക്രിയ നടന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലൊരു ന്യായീകരണം ഈ ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ ഏത് തരത്തിൽ ഈ ഒരു വിഷയം മുന്നോട്ട് പോകുമെന്നാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. ഈ മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ചേരുകയാണല്ലോ. മുന്നോട്ട് പോകുമെന്നാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. ഈ മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ചേരുകയാണല്ലോ. തീർച്ചയായും ഡോക്ടറുടെയും ആശുപത്രി അധികൃതരുടെയും ഭാഗത്തുനിന്നും ഇത്തരം ഒരു ന്യായവാദവുമായി മുന്നോട്ട് പോകുമ്പോൾ കുടുംബം പൂർണ്ണമായി ഈ വാദങ്ങൾ തള്ളുകയാണ്. കുട്ടിക്ക് ശാരീരികമായ യാതൊരു ന്യൂനതകളുമില്ല, അല്ലെങ്കിൽ നാക്കിനടിയിൽ അങ്ങനെ ഒരു കെട്ട് തങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടേ ഇല്ല എന്നാണ് കുടുംബം പറയുന്നത്. ഒപ്പം ഈ കെട്ടുണ്ടെങ്കിൽ പോലും അത് കുടുംബത്തെ അറിയിച്ച ശേഷം മാത്രമാണ് അത്തരമൊരു ശസ്ത്രക്രിയ ഈ 4 വയസ്സുള്ള കുഞ്ഞിനെ നടത്തേണ്ടത് എന്നാണ് കുടുംബം പറയുന്നത്. ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ 2 ശസ്ത്രക്രിയകൾക്ക് കുട്ടി വിധേയമാവേണ്ട ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തി. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു പിഴവ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഡോക്ടർ ഇക്കാര്യം മാപ്പപേക്ഷയായി എഴുതി കുടുംബത്തിന് നൽകുകയും ചെയ്തിരുന്നു. തനിക്ക് പിശക് പറ്റി, ആശയവിനിമയത്തിൽ തകരാറുണ്ടായി എന്ന കാര്യം എഴുതി നൽകുകയും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിൽ വിചിത്രമായ ന്യായവുമായി രംഗത്ത് എത്തുന്നത്. ഡോക്ടർമാരുടെ സംഘടന അടക്കം ഈ കാര്യം പറയുകയും ചെയ്യുന്നു. കാരണം കുട്ടിയുടെ നാക്കിന് താഴെയുള്ള കെട്ട് പിന്നീട് സംസാര വൈകല്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു ധാർമ്മികമായ ഒരു ചുമതലയാണ് ഡോക്ടർ നിർവഹിച്ചത് എന്ന രീതിയിലൊക്കെ പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കുടുംബവും തയ്യാറാവുന്നില്ല. എന്തായാലും ആദ്യഘട്ടത്തിൽ കേസ് വേണ്ട എന്ന പറഞ്ഞ കുടുംബം പിന്നീട് ഇത് ഒരു ഗുരുതരമായ വീഴ്ചയാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസുമായി അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ഈ മെഡിക്കൽ കോളേജ് അധികൃതർ ഇത്തരം വാദമുഖങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ട് എന്നൊരു പ്രാഥമിക വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം കുഞ്ഞിന് മറ്റു അസുഖങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നാക്കിന് കെട്ടുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കാരണം കുടുംബത്തിന്റെ മൊഴി അനുസരിച്ചൊക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന, അതായത് ഡോക്ടർ ബിജോൺസിന് ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് ഡോക്ടർമാർ, അറ്റൻഡർമാർ, നഴ്സുമാർ എന്നിവരെയൊക്കെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ ബിജോണിനെ കൂടെ ചോദ്യം ചെയ്യും എന്നാണ് ഇന്നലെ ACP അറിയിച്ചത്. ഒപ്പം ഇത്തരം ഈ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ ചികിത്സയിൽ വന്ന പിഴവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഒരു മെഡിക്കൽ ബോർഡാണ്. ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നേരത്തെ തന്നെ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജായ ഡോക്ടർ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡ് ഇന്ന് കോഴിക്കോടെത്തും. 3-അംഗ സംഘമാണ് എത്തുന്നത്. അവർ ഈ ഡോക്ടർ ബിജോണിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തും. ഒപ്പം കുട്ടിയുടെ വൈദ്യശാസ്ത്ര രേഖകളും മറ്റുമൊക്കെ പരിശോധിക്കും. ഇതിനുശേഷം 2 കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്തും. കാരണം ഒന്ന്, ഈ കുട്ടിക്ക് ഈ ശസ്ത്രക്രിയ അനിവാര്യമായിരുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ നാക്കിനടിയിൽ ഇത്തരം ഒരു കെട്ടുണ്ടായിരുന്നു എന്ന കാര്യവും ഭാവിയിൽ കുട്ടിക്ക് ഇത് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന കാര്യത്തിലും ഈ മെഡിക്കൽ ബോർഡ് വിശദമായ ഒരു ചർച്ച നടത്തിയ ഒരു തീരുമാനം പോലീസിന് വൈകാതെ തന്നെ ലഭ്യമാക്കും. ഈ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം അറിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു റിപ്പോർട്ട് അനുസൃതമായിരിക്കും പിന്നീട് പോലീസിന്റെ അന്വേഷണവും മുന്നോട്ട് പോകുക. കാരണം നമുക്കറിയാം, പോലീസിന് സാങ്കേതികമായ വൈദ്യശാസ്ത്ര കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ അറിവില്ല. അവർ ഈ മെഡിക്കൽ ബോർഡിന്റെ സഹായമാണ് പലപ്പോഴും തേടുക. അതുകൊണ്ട് ഇന്നത്തെ മെഡിക്കൽ ബോർഡ് യോഗം അങ്ങേയറ്റം നിർണായകമാണ്. മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം അനുസരിച്ചാവും കേസിന്റെ ദിശ നിർണ്ണയിക്കുക. ഇനി
തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെ തീരുമാനം, അവരുടെ റിപ്പോർട്ടാണ് ഇനി ഈ കേസിൽ ഏറെ നിർണായകമാകാൻ പോകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ മുഖ്യപ്രതി രാഹുലിന്റെ കൂട്ടുപ്രതികളായ അമ്മയും സഹോദരിയും സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി കോഴിക്കോട് ജില്ലാ കോടതി ഇന്ന് പരിഗണിക്കും. ജർമ്മനിയിലേക്ക് കടന്നുകളഞ്ഞ രാഹുലിനെ പിടികൂടാൻ കഴിയാത്തതിന്റെ ജാള്യത മറയ്ക്കാൻ പോലീസ് തങ്ങളെ അനാവശ്യമായി കേസിൽ പ്രതി ചേർത്തിരിക്കുകയാണെന്ന് ജാമ്യ ഹർജിയിൽ പറയുന്നു. MS അനീഷ് കുമാർ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. ഈ ജാമ്യ ഹർജിയിൽ പോലീസിനൊരു പരിഹാരം കൂടിയുണ്ടല്ലേ? തീർച്ചയായും. കാരണം ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ഈ പരാതി നൽകിയപ്പോൾ ഈ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പോയി ഈ യുവതിയും കുടുംബവും പരാതി നൽകിയപ്പോൾ തങ്ങളുടെ പേരുകൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല, തങ്ങൾക്കെതിരായ പരാമർശങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നീട് യുവതി മാധ്യമങ്ങളോടക്കം വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ, യുവതിയും കുടുംബവും ഒക്കെ മാധ്യമങ്ങളോടക്കം വെളിപ്പെടുത്തൽ നടത്തിയപ്പോഴും അമ്മയും സഹോദരിയും ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തിയിരുന്നില്ല എന്ന് വ്യക്തമാണ്. ഒപ്പം അടച്ചിട്ട മുറിയിൽ ഈ യുവതിയുടെയും ഭർത്താവിന്റെയും കിടപ്പറയിൽ നടന്ന സംഭവങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പിന്നീട് പുറത്ത് ആളുകൾ അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പിന്നീട് പുറത്തിറങ്ങി രാവിലെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴാണ് തങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നതെന്ന് ആണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, ഈ കേസിലെ ഒന്നാം പ്രതിയായ രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പോലീസ് നടക്കുന്നതിനിടെ ഈ പ്രതി വിദേശത്തേക്ക് കടന്നു കളഞ്ഞു, ജർമ്മനിയിലേക്ക് എത്തി. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിന്റെ പ്രതികാരം, അല്ലെങ്കിൽ അതിന്റെ ജാള്യത മറയ്ക്കാൻ തങ്ങളെ പിടികൂടാൻ ശ്രമിക്കുന്നതും തങ്ങളെ ഈ കേസിൽ പ്രതി ചേർക്കുകയും തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെന്നാണ് അമ്മയുടെയും സഹോദരിയുടെയും വാദം. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശാരീരികമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ്. രാഹുലിന്റെ അമ്മയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ശസ്ത്രക്രിയക്കടക്കം വിധേയമായതാണ്. ഇനി ഒരു ശസ്ത്രക്രിയ കൂടി വേണ്ടയാളാണ്. പക്ഷേ അവരെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷം കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നതെന്ന് ഈ ഹർജിയിൽ ആരോപിക്കുന്നു. ഒപ്പം ഈ വീടിന്റെ താക്കോൽ, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ രാഹുലിന്റെ വീടിന്റെ താക്കോൽ ഈ അമ്മയടക്കമുള്ളവരും അവിടെയാണ് താമസിക്കുന്നത്. ആ വീടിന്റെ താക്കോൽ ബലം പ്രയോഗിച്ച് വാങ്ങുകയും വീടിൽ നിന്ന് പല സാമഗ്രികൾ തെളിവായി ശേഖരിക്കുകയും ചെയ്യുന്നുവെന്ന് കുടുംബം പറയുന്നു. ഒപ്പം ഒരു കാർ, വീടിന്റെ മുൻവശത്തുണ്ടായിരുന്ന കാർ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ ആരോപിക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് നൽകിയിരിക്കുന്ന ഹർജിയാണ് ഇന്ന് കോഴിക്കോട് കോടതി പരിഗണിക്കുന്നത്. നേരത്തെ ഈ രാഹുൽ വിദേശത്തേക്ക് കടന്നു കളഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ ഈ രാഹുലിന്റെ സുഹൃത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഇവർക്ക് വധശ്രമ കുറ്റത്തിന്റെ ഒപ്പമുള്ള ഗൂഢാലോചനയും സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളുമൊക്കെയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുന്ന, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങളല്ല ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും അവർക്ക് ഇന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നത് നമുക്ക് ഇന്നറിയാം. ഇപ്പോഴും ആശുപത്രിയിൽ ഇരുവരും ചികിത്സയിൽ തുടരുകയാണ്. ശരി, MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുമ്പോൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രാത്രി ശക്തമായ മഴ പെയ്തിരുന്നു. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ തിരുവനന്തപുരം നഗരത്തിൽ ഓട വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുണ്ട്. ജിത്തും ഡാനി പോളും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം എറണാകുളത്ത് നിന്ന് ഡാനി പോളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡാനിയിലേക്ക് കടക്കുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് അവിടെ? നല്ല ശക്തമായ മഴയൊക്കെ ഉണ്ടോ? നിലവിൽ ഓറഞ്ച് അലേർട്ടാണ്. കൊച്ചി മുങ്ങാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? ആര്യ, ഗുഡ് മോർണിംഗ്. കൊച്ചി മുങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ രാവിലെ പേടിപ്പിക്കരുത്. കാരണം മഴയ്ക്കുള്ള ഒരു സാധ്യതകൾ തന്നെ വളരെ സജീവമായിട്ട് തുടരുന്നുണ്ട്. നമുക്കറിയാം, മഴ പെയ്താൽ കൊച്ചി വലിയ പ്രതിസന്ധികളെല്ലാം തന്നെ നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇന്നലെ രാത്രിയെല്ലാം തന്നെ കൊച്ചി, എറണാകുളം ജില്ലയിൽ പൊതുവെയിൽ തന്നെ ഒരു മഴ നിൽക്കുന്നൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. പക്ഷെ വലിയൊരു കനത്ത സ്വഭാവത്തിലേക്ക്, വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു രീതിയിലേക്കൊന്നും മാറിയിട്ടില്ല. എങ്കിലും ആകാശം മേഘാവൃതം തന്നെയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു വെച്ചാൽ ഇടവിട്ട ആ മഴ ലഭിക്കുന്നുണ്ട്. രാവിലെ എപ്പോൾ മഴ പൊടിയുന്നുണ്ട്. ഒരു അന്തരീക്ഷം ആക്കുന്നത് പൊതുവിൽ എപ്പോൾ വേണമെങ്കിലും നല്ല രീതിയിൽ മഴ ലഭിച്ചേക്കാം എന്ന പ്രതീതി തന്നെയാണ് നിലനിൽക്കുന്നത്. ആ ഒരു അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി തുടരുന്നുണ്ടെങ്കിലും ഇന്നലെ വൈകിട്ട് മുതലാണ് മഴ ഒരു പെയ്ത്തിലേക്ക് അടക്കം തന്നെ മാറുകയും ചെയ്തത്. എന്തായാലും ഈ കൊച്ചിയിലും
ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ളൊരു മുന്നൊരുക്കങ്ങൾ ഈ മഴക്കാലപൂർവ്വം ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നഗരസഭ തുടങ്ങിയിരുന്നു. അതൊന്നും പൂർണ്ണമായും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു മഴ പെയ്ത്തുണ്ടായാൽ നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ഒരു പെടാനുള്ളൊരു സാധ്യത എല്ലാം തന്നെ വളരെ സജീവമായിട്ടുണ്ട്. കാരണം വേനൽ കടുത്തു നിൽക്കുമ്പോൾ തന്നെയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. അതിനിടയിലാണ് ഒരു ഈ ന്യൂനമർദ്ദം കടന്നു വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായൊരു മഴ ലഭിക്കുകയാണെങ്കിൽ അകപ്പെടാനുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ളൊരു സാധ്യതയെല്ലാം കൊച്ചിയിൽ വളരെ സജീവമായിട്ട് തന്നെ തുടരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ താൽക്കാലിക മഴയിലൊന്നും നിർത്തിയിട്ടില്ല. ഓടകളുടെ വൃത്തിയാക്കലും കാര്യങ്ങളും എല്ലാം തന്നെ തുടരുന്നു. തീരമേഖലകളിലും അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളുള്ള സ്ഥലങ്ങളിലുമെല്ലാം തന്നെ വളരെ സജീവമായൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. കടലാക്രമണ ഭീഷണിയുള്ളിടത്തെല്ലാം പ്രത്യേക ഓരോ മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി പറഞ്ഞതുപോലെ തന്നെ എന്തായാലും അത്തരത്തിൽ കൊച്ചി മുങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്കും സാഹചര്യത്തിലേക്കും ഒന്നും കാര്യങ്ങൾ കടക്കാതിരിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഡാനി പോൾ സൂചിപ്പിച്ചത്. അതായത് ഈ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള മഴക്കാലത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ ഏത് സമയത്താണ് നമ്മൾ തുടങ്ങിയത് എന്നുകൂടി പ്രധാനമാണ്. അത് പൂർണ്ണമായി ഈ മഴക്കാലം എത്തിയപ്പോഴത്തേക്കും ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മഴ എത്താൻ പോകുന്നു എന്ന് പറഞ്ഞതിന്റെ 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഓട വൃത്തിയാക്കലും മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ നമ്മുടെ സംസ്ഥാനം കടന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെയ്ത മുന്നൊരുക്കങ്ങളൊക്കെ ഫലപ്രാപ്തിയിലാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഇനി ഞാൻ കോട്ടയത്തേക്കാണ് പോകുന്നത്. ജി ശ്രീജിത്ത് അവിടെ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്ത് റെഡ് അലേർട്ടാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? കോട്ടയത്തെ സംബന്ധിച്ച് മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നലെ രാത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഇന്നലെ പകൽ പക്ഷേ കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, അതായത് കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കിന്റെ കിഴക്കൻ മേഖല, ഈരാറ്റുപേട്ട, കൂട്ടിക്കൽ, പൂഞ്ഞാർ പോലെയുള്ള പല മേഖലകളിലും മഴ പെയ്തത്. അതിനിപ്പുറത്തേക്ക് ഇന്നലെ പകൽ ഈ കോട്ടയം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഏതാണ്ട് നല്ല വെയിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ കോട്ടയത്ത് ഉൾപ്പെടെ മഴ പെയ്തില്ലെങ്കിൽ ഈ കിഴക്കൻ മേഖലയിൽ മഴ പെയ്തു. രാത്രി വൈകിയും പലയിടത്തും ശക്തമായ മഴ പെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും കാര്യമായ അപകടങ്ങളോ അത്തരം സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയും നദികളിൽ മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ ഒരു റെഡ് അലർട്ടിൻ്റെതായ തുടർച്ചയായ മഴ ഇപ്പോഴും പെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഈ കാര്യമായി മറ്റെവിടെങ്കിലും ഒരിടത്ത് ഈ മണ്ണിടിച്ചിൽ ഭീതിയെ തുടർന്ന് ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചതൊഴിച്ചാൽ ബാക്കി എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളോ ഒന്നും തന്നെ തുടങ്ങേണ്ട സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടില്ല. എന്തായാലും ഈ അപകട സാധ്യതയൊക്കെ പലതും മുന്നിൽ കണ്ടുകൊണ്ട് കൺട്രോൾ റൂമുകൾ മറ്റും ഈ റെഡ് അലർട്ടിന്റെ ഭാഗമായി തന്നെ ജില്ലാ ഭരണകൂടം തുറന്നിട്ടുണ്ട്. ഈ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുള്ള തീരുമാനവും തുടരുകയാണ്. ഈ മാർമല അരുവിയിലേക്ക്, തീക്കോയി മാർമല അരുവിയിലേക്ക് ഉള്ള സഞ്ചാരികളുടെ യാത്രയ്ക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇടപെട്ടാണ് അവിടേക്കുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നത്. മറ്റ് മഴ ഉണ്ടെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കോട്ടയം ജില്ലയിൽ കാര്യങ്ങൾ തുടരുകയാണ്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരിടത്തും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ല എങ്കിൽ പോലും അതീവ ജാഗ്രത പുലർത്തേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും 4 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് ഉള്ളത്. കോട്ടയത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഇടുക്കിയിലും, എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ ജാഗ്രത കൈവിടാതെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കി, തീരദേശ മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കി ഏത് സമയവും ഒരു വെള്ളക്കെട്ടിനെ അഭിമുഖീകരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ചൂടിന് ശമനമായാണ് മഴയുടെ വരവ്. പക്ഷേ ആസ്വദിക്കുന്നതിനൊപ്പം ജാഗ്രത കൂടി വേണം. ഈ മഴക്കാലത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് കാണാം. ചൂടെടുത്തിട്ട് വയ്യെന്ന് കരഞ്ഞിരുന്ന മലയാളികൾക്കിനി കുളിർ മഴക്കാലം. എടമോനെ, കാലവർഷം ഇങ്ങെത്തി കേട്ടോ. ഇനി വരൾച്ചയുടെ ആടുജീവിതമല്ല, കുളിരിന്റെ പ്രേമലു.
കാത്തുകാത്തിരുന്ന് മഴയെത്തിയ സന്തോഷത്തിലാണ് മലയാളി. മെയ് അവസാനത്തോടെ കേരളത്തിലേക്ക് കാലവർഷം പ്രവേശിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ആളിപ്പോ തെക്കൻ ആൻഡമാൻ കടലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാലിദ്വീപ്, കൊമോറിൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലകളിൽ കാലവർഷം എത്തിയതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം ഇടിയും മിന്നലും കാറ്റും കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് 22ഓടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരാനിരിക്കുന്നത് പെരുമഴക്കാലമാണ്. ആവേശം നല്ലതല്ല, ശ്രദ്ധ വേണം അമ്പാനെ. അതേ മഴക്കാലം ആശങ്കയുടെ കാലം കൂടിയാണ്. മതിയായ ജാഗ്രത എല്ലാവരും പുലർത്തണമെന്ന് ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മുൻകൂട്ടി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. മലയോരവാസികളും ശ്രദ്ധിക്കണം. നദികളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ വെള്ളത്തിലിറങ്ങിയുള്ള അഭ്യാസങ്ങൾ ഒഴിവാക്കിയത് കേട്ടോ. ഇനി മഴയുഗമ ഇടവപ്പാതിയുടെ ഒരു അപഭ്രംശം. അതുകൊണ്ട് അധികാരികൾ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും പാലിച്ച് സേഫായിട്ട് മഴക്കാലം ആസ്വദിക്കുക. അപ്പോൾ ഭവ്യ പാർവതി പറഞ്ഞതുപോലെ ആവേശം ഈ സമയത്ത് അത്ര നല്ലതല്ല, ജാഗ്രത വേണ്ട സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ അവയവക്കടത്ത് ഇരകളിൽ അധികവും കേരളത്തിന് പുറത്തു നിന്നുള്ളവർ. കൂടുതൽ പേരും ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ്. കേരളത്തിലെ അതിഥി തൊഴിലാളികളും ഇരകളായെന്നാണ് നിഗമനം. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുള്ള അന്താരാഷ്ട്ര അവയവ മാഫിയയുടെ ഇന്ത്യയിൽ പ്രവർത്തനം ഹൈദരാബാദ് കേന്ദ്രമാക്കിയാണ്. മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് പ്രതി സബിത് നാസർ. കേസിൽ കേന്ദ്ര ഏജൻസികളുടെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. ഡാനി പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഡാനി, ഏറെ ആശങ്ക ഉണർത്തുന്ന വാർത്തകളാണ്. ഇതിന്റെ ഏറെ വിശദാംശങ്ങൾ അത് ഈ ചോദ്യം ചെയ്യലിലൂടെ അടക്കം, അന്വേഷണത്തിലൂടെ അടക്കം പുറത്തു വരേണ്ടതുമാണ്. ഈ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുള്ള സബിത്ത് മുഖ്യ കണ്ണിയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇയാളെ പിടികൂടിയതിനു ശേഷം, ചോദ്യം ചെയ്യൽ ആരംഭിച്ചതിന് ശേഷം എന്തൊക്കെ പുതിയ വിവരങ്ങൾ ഈ സംഘവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്നുണ്ട്? ആര്യ, ഇതിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര അവയവ മാഫിയ, ഇതിൻ്റെ ഒരു റാക്കറ്റിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കേരളത്തിൽ വെച്ച് പിടിയിലായിട്ടുള്ള തൃശ്ശൂർ സ്വദേശിയായ സബിത് നാസർ എന്നതാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്നൊരു വസ്തുത. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പോലീസ് അത്തരം കാര്യങ്ങൾ പറയുന്നെങ്കിലും അതിനൊരു പൂർണ്ണമായൊരു സ്ഥിരീകരണം വരുന്നു. അതുമാത്രവുമല്ല, ഇയാൾ ഏതാണ്ട് 20ഓളം പേരെ അടക്കം ഇയാളുടെ നേതൃത്വത്തിൽ തന്നെ കടത്തിയിട്ടുണ്ട് വിദേശത്തേക്ക്. ഇത്തരം ശസ്ത്രക്രിയ ചെയ്ത അവയവം അവരിൽ നിന്ന്, ഈ അവയവദാതാക്കൾ എന്ന രീതിയിലേക്ക് അവരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് കൂടുതലും കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറമേ നിന്നുള്ളവരാണ് ഇതിൽ കൂടുതലും ഇരകളായിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഇത് ഇയാളെ വിശദമായൊരു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഈ കസ്റ്റഡി അപേക്ഷയിലടക്കം ഈ വിശദമായ വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇയാളുടെ ആവശ്യമാണ്. കേന്ദ്ര ഏജൻസികൾ ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണം അവർ പൂർത്തീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളുടെ പ്രധാനപ്പെട്ട ഫോൺ കോളുകളടക്കം പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാളുടെ പണമിടപാടുകൾ എന്തായിരുന്നു, ആരെല്ലാമായിരുന്നു ഇയാളുടെ ഇടപാടുകാർ എന്നതെല്ലാം സംബന്ധിച്ച് പ്രാഥമികമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുമാണ് ഇത്രയും കാര്യങ്ങളിലേക്ക് വരുന്നത്. കാരണം ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു അവയവ മാഫിയ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഹൈദരാബാദാണ് അവരുടെ ഒരു ഹബ്ബായിട്ട് മാറുകയും ചെയ്യുന്നത്. ഇതിൽ പല രാജ്യങ്ങളിൽ, ഈ രാജ്യത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ റാക്കറ്റിൻ്റെ കണ്ണികളാണ്. ഈ സബിത്തിനെ പോലെ തന്നെ പലരും തന്നെയുണ്ട്. സബിത്ത് വലിയ രീതിയിൽ ഒരു റിക്രൂട്ടിംഗ് ഏജന്റ് എന്ന രീതിയിൽ തന്നെ ഇവരിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇവരിൽ പലരും അവരെ ഇത് നിയമവിധേയമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തീർത്തും
വലിയ രീതിയിൽ പൊതു വിവരങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തവരെയാണ് ഇവർ ട്രാക്ക് ചെയ്യുന്നത്. അവരെ പറഞ്ഞ് പറ്റിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് ആദ്യം കടത്തുകയും പിന്നീട് അവിടെ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഇവർ ചെയ്തിരുന്നത്. ഏതാണ്ട് 20-ലധികം പേര് ഇവർ ഈ രീതിയിൽ ഇയാൾ സബിത്ത് നാസർ വഴി തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. 60 ലക്ഷത്തോളം രൂപ അവിടെ ശസ്ത്രക്രിയ നടക്കുമ്പോൾ അവർക്ക് സ്വീകർത്താവിൽ നിന്ന് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് കൈപ്പറ്റുമ്പോൾ ആ ഒരു മാഫിയയിൽ നിന്ന് ഈ മാഫിയ 60 ലക്ഷത്തോളം രൂപ കൈപ്പറ്റുന്നു. പക്ഷേ ഇവർക്ക് തുച്ഛമായ തുക നൽകി അവരെ തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട്, തിരിച്ചിവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പലർക്കും തന്നെയും ഇത്തരം കാര്യങ്ങൾ നിയമവിധേയമാണ് എന്ന രീതിയിലാണ് പലരും മനസ്സിലാക്കിയിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാൾ ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പിന്നീടാണ് ഇത് സംബന്ധിയായ ഒരു അന്വേഷണത്തിലേക്കടക്കം കേന്ദ്ര ഏജൻസികളടക്കം പ്രാഥമികമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുകയും ഇടപാടുകളിൽ ഇയാളുടെ പോക്കുവരവുകളിൽ വിദേശ യാത്രകളിലെല്ലാം സംശയം തോന്നിക്കൊണ്ട് അയാളിലേക്ക് അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ അതിഥി തൊഴിലാളികളെയും ഇയാൾ ഇരകളാക്കിയിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. പലരെയും തന്നെയും ഇയാൾ ഈ രീതിയിൽ തന്നെ പറഞ്ഞു പറ്റിച്ചാണ് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പിന്നീട് ഇവരുടെ അവയവം അവർ കച്ചവടം ചെയ്യുന്ന രീതിയിലേക്കുമാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇയാളുടെ തട്ടിപ്പിന്റെ കണ്ണികൾ വലുതാണ്. അതുമാത്രവുമല്ല, തൃശ്ശൂരിൽ ഇയാൾ താമസിച്ചിരുന്നപ്പോൾ നൽകിയത് വാടക വീടിന്റെ വിവരങ്ങളായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പാസ്പോർട്ട് അടക്കം കൈക്കലാക്കാൻ സാധിച്ചു എന്നതും വലിയ ചോദ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം അന്വേഷണം തുടരുകയാണ്. തീർച്ചയായും ഏറെ നിർണായകമായ ഒരുപാട് വിവരങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഈ പ്രതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. ഡാനിപ്പോൾ തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനി ജിഷയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സർക്കാരിന്റെ അപേക്ഷയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. അതേസമയം തന്നെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമീർ നൽകിയ അപ്പീലിലും ഇന്നാണ് വിധി പറയുക. ഡാനി തുടരുന്നുണ്ട്. ഡാനി, കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു. അതിൽ പ്രതിക്ക് വധശിക്ഷ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിലെ അന്തിമ തീരുമാനം ഇന്നറിയാം, അല്ലേ? സർക്കാർ വധശിക്ഷയ്ക്ക് അനുമതി തേടുകയാണ് ചെയ്യുന്നത്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്താണ് അത് ഹൈക്കോടതിയുടെ ഒരു തീർപ്പ് കൂടി ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട് നിയമപരമായി. അപ്പോൾ അത്തരം കാര്യങ്ങളുള്ള വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് സംബന്ധിച്ച വിധി പറയുക. ഇതിൽ പ്രതിയുടെ വധശിക്ഷ 2017 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചതാണ്. ഈ ശിക്ഷയ്ക്കെതിരെയാണ് അയാൾ കോടതിയിലേക്ക് അപ്പീലുമായി പോയിരുന്നത്. പ്രതി അമീറുൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഈ കേസിൽ ദൃക്സാക്ഷികളില്ല, തന്നെ കൊടുക്കുകയായിരുന്നു, തന്നെ ഇരയാക്കി മാറ്റുകയായിരുന്നു എന്ന രീതിയിലാണ് ഇയാളുടെ വാദമുഖങ്ങളുള്ളത്. എന്നാൽ പോലീസ് ശാസ്ത്രീയമായ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് പ്രതിയിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും ഈ കേസിൽ ഹൈക്കോടതിയുടെ വിധി ഉണ്ടാകും. ശരി, ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കരിപ്പൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം അർദ്ധരാത്രി പുറപ്പെടും. 166 പേരാണ് ആദ്യ സംഘത്തിൽ ജിദ്ദയിലേക്ക് തിരിക്കുക. ഹജ്ജ് ക്യാമ്പിന് ഇന്ന് കരിപ്പൂരിൽ തുടക്കമാകും. ജൂൺ 9 വരെയാണ് കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, ഗുഡ് മോർണിംഗ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഹജ്ജ് തീർത്ഥാടകർ രാവിലെ 9 മണി മുതൽ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ എത്തിത്തുടങ്ങും. ഇന്ന് രാത്രി, അതായത് നാളെ പുലർച്ചെ 12:05 ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്നും പുറപ്പെടുക. തുടർന്ന് രാവിലെ 8-നും വൈകിട്ട് 3-നും മറ്റ് വിമാനങ്ങൾ പുറപ്പെടുക. ഒരു ദിവസം 3 വിമാനങ്ങൾ വെച്ചാണ് കരിപ്പൂരിൽ നിന്നും പുറപ്പെടുക. ഇത്തവണ ആകെ 17,883 പേരാണ് ഹജ്ജിന് കേരളത്തിൽ നിന്നും പോകുന്നത്. അതിൽ ഏറ്റവും അധികം ആളുകൾ പോകുന്നതും ഈ കരിപ്പൂർ വഴി തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 10,430 പേർ കരിപ്പൂർ വഴി, 4,273 പേർ കൊച്ചി വഴിയും 3,135 പേർ കണ്ണൂർ വഴിയുമാണ് യാത്ര ആരംഭിക്കുക. ഇന്ന് തുടങ്ങുന്ന ഈ ഒരു സംവിധാനം ജൂൺ 9 വരെ ഈ ഒരു യാത്ര അല്ലെങ്കിൽ വിമാനങ്ങൾ, ഹജ്ജ് വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഒരു ചാർജ് വർധനവ് കരിപ്പൂരിൽ നിന്നും പുറപ്പെടുന്ന യാത്രക്കാർക്ക് ഉണ്ട്. അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നിട്ടാണ് ഇപ്പോഴത്തെ നിലയിലേക്കെങ്കിലും ചാർജ് കുറച്ചിട്ടുള്ളത്.
കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റാണ് കരിപ്പൂരിലേത്. ഇതിനൊപ്പം തന്നെ കണ്ണൂരിലും കൊച്ചിയിലും ഹജ്ജിന് പുറപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും അധികം ആളുകൾ ഈ ഒരു കരിപ്പൂർ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ ഹജ്ജ് ഹൗസിൽ അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങളും നിർദ്ദേശങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഹജ്ജ് ഹൗസിലാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 9 മണിയോടെ തന്നെ ഹജ്ജ് ഹൗസിലേക്ക് യാത്ര ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹജ്ജിന് പോകാനുള്ള തീർത്ഥാടകർ എത്തി തുടങ്ങും. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങുകളോ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന പോലത്തെ വലിയ ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടാകില്ല. എന്താണെങ്കിലും ഈ ഒരു ഹജ്ജിന് തുടക്കമാവുന്നതോടെ ഹജ്ജ് യാത്രാ സംഘം അവരുടെ പരിശുദ്ധമായ ഒരു തീർത്ഥാടന കാലത്തിനും കൂടി തുടക്കമാവുകയാണ്. മെയ് 26-നാണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടുക. അതുപോലെ 1-നാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് വിമാനങ്ങളും പുറപ്പെടുന്നത്. രാവിലെ 10 മണിയോടെ ഹജ്ജ് ഹൗസിലേക്ക് തീർത്ഥാടകരെത്തി തുടങ്ങും. ആര്യ. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തീരദേശ മേഖലകളിലടക്കം അതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. കാരണം വരുന്ന 3 ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത. മലയോര മേഖലകളിലേക്ക് മറ്റുമുള്ള യാത്രകൾക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നിൽക്കുന്നതിന് ഇടയിലാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ വൃത്തിയാക്കുന്നതിനുണ്ടായ കാലതാമസം മൂലം വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും മലിനജലം ഇങ്ങനെ ഇരച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച് ഇന്ന് പുലർച്ചെ വരെ നീണ്ട മഴയിൽ തലസ്ഥാന നഗരത്തിന്റെ പല ഭാഗങ്ങളും ഈ സ്ഥിതിയിലാണ് ഉള്ളത്. റോഡുകളിൽ അപ്രതീക്ഷിതമായി, അതായത് ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന മണക്കാട് മുക്കോലക്കൽ റോഡാണിത്. ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഈ ദൃശ്യങ്ങൾ അത് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം വെള്ളത്തിനകത്തുകൂടി ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് അകത്തേക്ക് പോകേണ്ട സ്ഥിതിയിലാണ് വാഹന ഉടമകളുള്ളത്. ഈ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറുന്ന തരത്തിൽ ഇപ്പോൾ ഈ റോഡിലിങ്ങനെ കുളമായി കിടക്കുന്ന സാഹചര്യം. അപ്പൊ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിനുപരി മണക്കാട് നിന്ന് വരുന്ന വെള്ളം ഇവിടെ വരുന്നു, ഇവിടെ കെട്ടിക്കുന്നു. തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ വേസ്റ്റ് ചാക്കുകളും, ഹോട്ടൽ വേസ്റ്റുകൾ, കോഴി വേസ്റ്റുകൾ, ഇതെല്ലാം ഇവിടെ രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയുടെ ആശങ്ക കൂടി നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലകളിൽ ഡെങ്കിപ്പനി പടരുകയാണ്. തോട്ടം കാർഷിക മേഖലകൾ ഉൾപ്പെടുന്ന 5 പഞ്ചായത്തുകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പാമ്പാടുംപാറയിൽ ഡെങ്കിപ്പനിക്ക് പുറമെ മന്തും മലേറിയയും സ്ഥിരീകരിച്ചു. അതിർത്തി പ്രദേശങ്ങളായ കരുണാപുരം, പാമ്പാടുംപാറ, ഉടുമ്പൻചോല, ശാന്തൻപാറ, നെടുങ്കണ്ടം പഞ്ചായത്തുകളിലാണ് പകർച്ചവ്യാധികൾ പടരുന്നത്. ശാന്തൻപാറയിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 15 പേർ നിരീക്ഷണത്തിലാണ്. ഉടുമ്പൻചോലയിൽ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. പാമ്പാടുംപാറയിൽ 6 പേർക്കും രോഗമുണ്ട്. ഇവിടെ 4 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് മന്തും മലേറിയയും പടർന്നു പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് 2-3 മാസമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പനികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് കൗണ്ട് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ NS1 ആന്റിജൻ കുറച്ച് പോസിറ്റീവായിട്ട് കണ്ടു. അപ്പൊ ആളുകളൊക്കെ കുറച്ച് പാനിക്കായി ഡെങ്കുവിന്റെ ഒരു ഭീതിയിലേക്ക് വന്നിരുന്നു. അപ്പൊ നമ്മളത് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ IgM IgG ഒക്കെ ചെയ്തപ്പോൾ അതും ഇടവിട്ട് 1-2 പോസിറ്റീവുകൾ കുറച്ച് കിട്ടി. പിന്നെ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് ഇത് ELISA ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 8 സാമ്പിളുകൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചിരുന്നു. അതിൽ കിട്ടിയ റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്കൊരു ഡെങ്കിപ്പനി മാത്രമാണ് പോസിറ്റീവായിട്ട് കിട്ടിയിരിക്കുന്നത്. കരുണാപുരത്ത് 3 പേർക്കാണ് ഡെങ്കിപ്പനി ബാധ. ഇവിടെയും 6 പേർ നിരീക്ഷണത്തിൽ. നെടുങ്കണ്ടത്ത് 11 പേർക്ക് രോഗബാധ സംശയിക്കുന്നുണ്ട്. നമ്മളെ ക്ലോറിനേഷൻ ഉൾപ്പെടെ, അതായത് ഫോഗിങ്, ക്ലോറിനേഷന് ഈ വീട്ടിൽ കഴിയുന്നവർക്ക് വല ഇട്ടിട്ടുണ്ട്. അപ്പം ഇവരെ കൊതുക് കടിക്കാതെ ഇവരെ കടിക്കുന്ന കൊതുക് മറ്റുള്ളവരിലേക്ക് പോയി ഇതിന്റെ പകർച്ചവ്യാപനം തടയുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ വലയ്ക്കകത്താണ് കഴിയുന്നത്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ
ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ന്യൂസ് 18 ഇടുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർനിർണയത്തിനുള്ള ഓർഡിനൻസിന് ഇന്ന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം വർദ്ധിക്കും. 1200 തദ്ദേശ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ജനസംഖ്യ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വാർഡ് പുനർവിഭജനം. ജൂൺ 10 ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ വാർഡ് പുനർനിർണയ ബിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാനാണ് നീക്കം. ഇതിനായി നിയമസഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തേക്കും. നിലവിലുള്ള നിയമത്തിന് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ക്രിമിനൽ നിയമത്തിനെതിരായ പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. IPC, CRPC, തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം കൊണ്ടുവന്ന ക്രിമിനൽ നിയമങ്ങൾ ചോദ്യം ചെയ്താണ് ഹർജി. ജസ്റ്റിസുമാരായ ബേല M. ത്രിവേദി, പങ്കജ് മിത്തൽ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അഭിഭാഷകരായ വിശാൽ തിവാരിയാണ് പുതിയ നിയമങ്ങൾ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നിവയ്ക്ക് നിരവധി ന്യൂനതകളും പൊരുത്തക്കേടുകളും ഉണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. ഇടുക്കി കാന്തല്ലൂരിലെ കാർഷിക സമൃദ്ധിക്ക് കൂടുതൽ അഴകേകി ഇനി ആപ്പിൾ കാലം. പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ 1 മാസത്തിനുള്ളിൽ വിളവെടുക്കും. സമൃദ്ധമായി വിളഞ്ഞു കിടക്കുന്ന ആപ്പിൾ മരങ്ങളുടെ കാഴ്ചകളും റിട്ടയർ ജീവിതകാലത്ത് ആപ്പിൾ കൃഷിയിൽ വിസ്മയം തീർക്കുന്ന മുൻ KCB എഞ്ചിനീയറുടെ കാർഷിക വിശേഷങ്ങളുമാണ് ഇനി കാണാൻ പോകുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് വൈബ്സ് പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കോടമഞ്ഞിന്റെ കുളിരേറ്റ് ആപ്പിൾ മരങ്ങൾ. കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയ കാഴ്ചയാണ് ഈ കൃഷിയിടങ്ങൾ ഒരുക്കുന്നത്. കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി വ്യാപകമാകുന്നതിന് പ്രധാന പങ്കുവഹിച്ചത് KCBയിലെ മുൻ എഞ്ചിനീയർ ആയിരുന്ന ജീവിതം അവസാനിച്ചതോടെ ഇദ്ദേഹം കാർഷിക വൃദ്ധിയിലേക്ക് തിരിഞ്ഞു. 2002 കാന്തല്ലൂരിലെത്തി. അന്ന് നാമമാത്രമായാണ് ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നത്. കാന്തല്ലൂരിലെ മഞ്ഞിന്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവിള പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങി. ഹിമാചലിൽ നിന്ന് തൈ എത്തിച്ചാണ് തുടക്കം. ഇപ്പോ ഇത് നിങ്ങൾ കാണുന്ന രീതിയിൽ പഴുത്തിട്ടില്ല. ഇനി 1 മാസം കൂടി കഴിയും. ഇതേപോലെ റെഡാകും. ഇതിപ്പോൾ മൂത്തിട്ടില്ല, ഇപ്പോൾ റെഡായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഒരു ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് തീർന്നിരിക്കും. അത് കഴിഞ്ഞ് നവംബർ ഡിസംബർ വരുമ്പോഴേക്കും ഇതിൻ്റെ ഇലയെല്ലാം പൊഴിയും. ഇലയെല്ലാം പൊഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ആദ്യം അല്ലെങ്കിൽ ഫെബ്രുവരി ഒരു 15 കഴിയുമ്പോഴേക്കും വെയിലിൻ്റെ ചൂട് ആയി തുടങ്ങുമ്പോൾ വീണ്ടും ഇത് പൂക്കാൻ തുടങ്ങും. സമൃദ്ധമായി വിളവ് തരുന്ന 400-ലധികം ആപ്പിൾ മരങ്ങളാണ് കുരുവിളയുടെ കൃഷിയിടത്തിലുള്ളത്. 4 മുതൽ 18 വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു. HRMN 99, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ഗോൾഡൻ ഡോർസെറ്റ്, ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ്, ഇസ്രയേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളുമുണ്ട്. ട്രോപ്പിക്കലും അധികം മഞ്ഞ് വേണ്ടാത്ത HRM ഇനവുമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ആപ്പിളിനൊപ്പം പ്ലംസും അവക്കാഡോയും സ്ട്രോബെറിയും ഒക്കെ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. പൂർണ്ണമായും ജൈവ കൃഷിയാണ് അവലംബിക്കുന്നത്. ആദ്യം കുഴി കുത്തിയിട്ട് ചപ്പ് ചവറ് ഇട്ട് അതിൻ്റെ മീതെ കമ്പോസ്റ്റ് ഇടുക. കമ്പോസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട്. കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫുള്ളി ഓർഗാനിക്കാണ്. ഇതിൽ പെസ്റ്റിസൈഡ്, കെമിക്കൽ ഒന്നും അടിക്കാറില്ല. പിന്നെ ഏതെങ്കിലും പ്രാണിയൊക്കെ വരും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പ്രാണി അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഉണ്ട്. വേപ്പെണ്ണ ബേസായിട്ടുള്ളതും അല്ലാതെ തന്നെ കമ്പനികളുടെ കിട്ടുന്നുണ്ട്. അത് ചെറിയ തൈയായിരിക്കുമ്പോഴാണ് അത് കീടത്തിൻ്റെ ശല്യം കൂടുതലുണ്ടാകുന്നത്. കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ ആപ്പിൾ തോട്ടം കാണുന്നതിനായി പ്രധാനമായും എത്തുന്നതും കുരുവിളയുടെ കൃഷിയിടത്തിലേക്കാണ്. നിലവിൽ പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ 1 മാസത്തിനുള്ളിൽ വിളവെടുക്കും. മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാന്തല്ലൂരിന്റെ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്ന് ഉറപ്പ്. 1 മാസത്തിനുള്ളിൽ ഈ ആപ്പിളുകൾ പഴുത്തു തുടുക്കും. പിന്നെ വിളവെടുപ്പ് കാലമാണ്.
കാന്തല്ലൂരിന്റെ ഗ്രാമീണ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് ഇരട്ടി മധുരമാകിയാണ് ആപ്പിൾ തോട്ടങ്ങൾ. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി.